മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പ്രണബ് മുഖർജിയെ കൂടാതെ ഭൂപൻ ഹസാരിക, നാനാജി ദേശ്മുഖ് എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി. പത്മ പുരസ്കാരങ്ങൾക്കും അർഹരായി നടൻ മോഹൻലാൽ, ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ തുടങ്ങിയവർ പത്മഭൂഷണും, പുരാവസ്തു ഗവേഷകൻ കെ മുഹമ്മദിനും ക്യാൻസർ രോഗവിദഗ്ധൻ മാമൻ ചാണ്ടി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. ഉണ്ണി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഉണ്ണി, പുരസ്കാരം ലഭിച്ചവരുടെ വിശദാംശങ്ങൾ. രഞ്ജിത്ത്, റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പത്മ പുരസ്കാരങ്ങളും ഭാരതരത്നവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാരതരത്നം 3 പേർക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2 പേർക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകാനും മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് മുഖർജിക്ക് ഭാരതരത്നം നൽകാനുമുള്ള തീരുമാനമാണ് രാഷ്ട്രപതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രണബ് മുഖർജി മികച്ച രാഷ്ട്രതന്ത്രജ്ഞനാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഇത്രമേൽ വിശിഷ്ടമായ പുരസ്കാരം, രാജ്യത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരം തന്നെ നൽകിയതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നാനാജി ദേശ്മുഖിനെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ രംഗത്തുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് പുരസ്കാരം നൽകിയിരിക്കുന്നത്. സംഘ പ്രമുഖനും ഒപ്പം ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കൂടിയാണ് നാനാജി ദേശ്മുഖ്. പ്രമുഖ സംഗീതജ്ഞൻ, അസമിൽ നിന്നുള്ള സംഗീതജ്ഞനായ ഭൂപൻ ഹസാരികയ്ക്കും ഭാരതരത്നം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മോഹൻലാലിനും നമ്പി നാരായണനും പത്മഭൂഷൺ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് മാമൻ ചാണ്ടിക്ക് പത്മശ്രീ നൽകിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷകരായ കെ മുഹമ്മദ്, KG ജയൻ, ഒപ്പം ശങ്കർ മഹാദേവൻ, പ്രഭുദേവ എന്നിവർക്ക് പത്മശ്രീ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ശിവഗിരി മഠത്തിലെ സ്വാമിയായ വിശുദ്ധാനന്ദയ്ക്ക് പത്മശ്രീ നൽകാനുള്ള തീരുമാനവുമുണ്ട്. സംഗീത രംഗത്തുള്ള സംഭാവനകൾ പരിഗണിച്ച് ശിവമണിക്കും പത്മശ്രീ നൽകിയിട്ടുണ്ട്. മുതിർന്ന പത്രപ്രവർത്തകനായ കുൽദീപ് നയ്യാർക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ സമ്മാനിച്ചിരിക്കുന്നത്. കായിക രംഗത്ത് നിന്ന് ഫുട്ബോൾ താരം സുനിൽ ഛേത്രി, ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ എന്നിവർക്ക് പത്മശ്രീ നൽകും. നടൻ മനോജ് ബാജ്പേയിക്കും പത്മശ്രീ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള മറ്റ് പ്രമുഖർ കൂടി ഈ പുരസ്കാരങ്ങൾക്ക് അർഹരായിട്ടുണ്ട്. പത്മ പുരസ്കാരങ്ങളിൽ 14 പത്മഭൂഷൺ, 94 പത്മശ്രീ അവാർഡുകൾ ആണ് സമ്മാനിച്ചിട്ടുള്ളത് ഇത്തവണ. ശരി ഉണ്ണി.